സിറിയയിൽ അസദ് ഭരണത്തിന് അന്ത്യം. തലസ്ഥാന നഗരമായ ഡമാസ്കസ് വിമതസേന പിടിച്ചെടുത്തു. ഭരണം കൈമാറാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഖാസി അൽ ജലാലി വ്യക്തമാക്കി. സരുൺ എ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സരുൺ, നേരത്തെ തർക്കങ്ങൾ ഒരുപാട് നിലനിന്നിരുന്ന ഇടമാണ്, നമ്മൾക്കറിയാം. പൊടുന്നനെ എങ്ങനെയാണ് ഇത്തരമൊരു മുന്നേറ്റം സാധ്യമായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സരുൺ? ഉന്മേഷ്, വളരെ മിന്നൽ വേഗത്തിലാണ് സിറിയയിലെ വിമതസേന തലസ്ഥാന നഗരമായ ദമാസ്കസ് കീഴടക്കിയത്. നേരത്തെ വടക്കൻ പ്രദേശമായ ആലപ്പോയിലും അതുപോലെ തന്നെ മധ്യദേശമായ ഹമായും അതുപോലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ഹോംസും പിടിച്ചടക്കിയതിനു ശേഷം ഇന്ത്യൻ സമയം പുലർച്ചെയോടെയാണ് ദമാസ്കസ് പൂർണ്ണമായും വിമതസേന വളഞ്ഞത്. ദമാസ്കസിലെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രമായ ദമാസ്കസിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം വിമതർ കൈയടക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനിടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇറാനിലേക്കോ അല്ലെങ്കിൽ റഷ്യയിലേക്കോ അദ്ദേഹം കടന്നിട്ടുണ്ടാകാമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അസദ് ഭരണകൂടത്തിനെതിരെ നിലപാടെടുത്ത ജനങ്ങൾ ഇപ്പോൾ ദമാസ്കസിന്റെ തെരുവുകളിൽ ആഘോഷ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഈ ഭരണ കൈമാറ്റത്തിന് തയ്യാറെന്ന് സിറിയൻ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണ കൈമാറ്റത്തോട് സഹകരിക്കുമെന്ന് പ്രതിപക്ഷവും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സിറിയൻ വിമതസേന അല്പസമയത്തിനകം തന്നെ അവരുടെ ഔദ്യോഗിക വാർത്താ ചാനലുകളിലൂടെയും അതുപോലെ തന്നെ റേഡിയോയിലൂടെയും സിറിയയുടെ ഭരണം കൈയടക്കിയെന്ന് പ്രഖ്യാപിക്കും. ഏതായാലും കഴിഞ്ഞ 59 വർഷത്തെ അസദ് കുടുംബത്തിന്റെ ഭരണമാണ് ഇപ്പോൾ സിറിയയിൽ അവസാനിച്ചിട്ടുള്ളത്. 2000-ലാണ് ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തിന് ശേഷമാണ് ബാഷർ അൽ അസദ് 34-ാം വയസ്സിൽ സിറിയയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 6 പതിറ്റാണ്ടിനടുത്തുള്ള അസദ് കുടുംബത്തിന്റെ ഭരണവാഴ്ചയാണ് ഇപ്പോൾ വിമതസേന കൈയടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2011 മുതൽ സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരുന്നു. അത് നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ശരി, സരുൺ എ ജോസാണ് ഇന്റർനാഷണൽ വിവരങ്ങൾ നൽകിയത്.